ഈ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണേ. ഒരു 1.5 സ്പൂൺ എടുക്കുന്നുണ്ട്. മുളക് പൊടി 1.5 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ മസാല കഴിച്ചു. ഈ കുരുമുളക് നമ്മൾ പൊടിച്ചെടുക്കാൻ പോവാന്നേ. കുരുമുളക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ടേ. കുരുമുളക് പൊടി നമുക്ക് ചേറെ വേണം കേട്ടോ. 2 സ്പൂൺ ഇടാം. ഒരു 3 സ്പൂൺ ഇടാം കേട്ടോ. നല്ല എരി വേണം. ആവശ്യത്തിന് മുളക് ഉപ്പ് 2 സ്പൂൺ ഇടാം. എന്നാലേ എല്ലാവർക്കും ഒരു ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ വരും. ഒരിത്തിരി വെളിച്ചെണ്ണ വരും. ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലേ മീനിൽ പിടിക്കത്തില്ല. മസാല റെഡി ആയിട്ടുണ്ട്. കുരുമുളക് അതിനകത്ത് ഏറെ നിൽക്കും. നല്ല മണം ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്കിപ്പോഴേ വെള്ളം ഊർന്ന് വായിക്കൂടെ. നമ്മൾ ഇതിനെ മുക്കി പൊക്കണം. മുക്കിയിട്ടിട്ട് അടുത്തത് എടുത്ത് മുക്കിയിടും. മുക്കിയിടലോട് മുക്കിയിടൽ. ഓക്കെ. അതിൻ്റെ കയ്യിലാവണ്ടെന്ന് വെച്ചിട്ടാണ് സ്പൂണിലൊക്കെ പരിപാടി ചെയ്തത്. പക്ഷേ കൈ മുക്കാതെ ഇത് മുക്കിയെടുക്കാൻ പറ്റത്തില്ല. 2 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്തെടുക്കാം. നന്നായിട്ട് ചട്ടി ചൂടാവണം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ചട്ടിയാണ് എടുക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് എടുത്തേക്കുന്നത്. കാരണം അതാകുമ്പോൾ അടി പിടിക്കത്തില്ല. മീൻ പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ മീൻ പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും മൊത്തം അടി പിടിക്കും. കുറച്ച് എണ്ണ നമുക്ക് ആദ്യം ഒഴിക്കാം. എണ്ണ നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിക്കാൻ കേട്ടോ. ഞാനൊരു കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ഒഴിക്കാനുള്ള സൗകര്യത്തിന്. നമ്മൾ വെറുതെ ഈ കാശ് കൊടുത്ത് പുറത്തുനിന്ന് കുപ്പികളൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ ഈ സോഡയൊക്കെ വാങ്ങിക്കാനൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സോഡയുടെ ഒരു കുപ്പിയാണ്. നമ്മൾ എടുത്തേക്കുന്ന വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ കളർ പോലെയൊക്കെ നമുക്ക് തോന്നും. ആ സമയത്താണ് നമ്മൾ മീൻ അടകുമ്പളയൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് മീൻ അതിലോട്ട് ആഡ് ചെയ്യാം. മീൻ പറക്കിയിടാം. സൂക്ഷിച്ചൊക്കെ ഇടണം. മുഖത്ത് ഭംഗിയൊക്കെ നല്ല പോകും. കടച്ചു വെക്കാം. കുക്കൗട്ടായിട്ട് രുചിനാ കൂടെ എടുക്കുമെന്ന്. ഇപ്പോഴേ കറിവേപ്പില ആഡ് ചെയ്താലൊരു സ്മെല്ലൊക്കെ അതിൽ വരത്തുള്ളൂ. നമുക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വലിയതായിട്ടായിരുന്നു. ചെറുതാകുമ്പോൾ എടുത്ത് മാറ്റാനൊക്കെ നമ്മുടെ സൗകര്യം. ചിലരൊക്കെ കഴിക്കാറുണ്ട് ഫുഡിൻ്റെ കൂടെ. നല്ലതാണ് കഴിക്കുന്നത്.